നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ വിമർശനം ശക്തം. വർഗീയ ധ്രുവീകരണം ഉണ്ടായെന്നറിയാൻ കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയിറങ്ങിയ സജി ചെറിയാന് CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി നോക്കണമെന്ന് വിമർശകർ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചവരുടെ പേര് നോക്കി വർഗീയ ധ്രുവീകരണത്തിന് തെളിവ് തേടാനിറങ്ങിയ സജി ചെറിയാനെ സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ സ്വന്തം സിദ്ധാന്തമനുസരിച്ച് പരുങ്ങേണ്ടി വരുമെന്ന് വിമർശനം. മലപ്പുറം പഞ്ചായത്തിൽ ആകെ 33 ഡിവിഷൻ, 33ലും UDF ആണ് ജയിച്ചത്. പട്ടികയിൽ 27 പേർ മുസ്ലിം വിഭാഗക്കാർ, 6 പേർ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഇത് ധ്രുവീകരണത്തിന് തെളിവാണെന്നാണ് സജി ചെറിയാൻ ആരോപിക്കുന്നതെങ്കിൽ ഇടതുമുന്നണി പട്ടികയിൽ 33 സീറ്റിലെ 22 സ്ഥാനാർത്ഥികളും മുസ്ലിം വിഭാഗക്കാരാണ്. ആരും ജയിക്കാത്തതുകൊണ്ട് മാത്രം സജി ചെറിയാനെ ധ്രുവീകരണം ആരോപിക്കാനാകില്ലെന്ന് മാത്രം. UDFന്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ മകളാണ്. ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന ലീഗ് നേതാക്കളെ മാറ്റി നിർത്തിയാണ് സ്മിജിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പദവി നൽകിയത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ പ്രാദേശികമായി മുൻതൂക്കമുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പരിഗണിക്കുന്ന ശൈലി എല്ലാ മുന്നണികളും പിന്തുടരുമ്പോൾ മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും മാത്രം വർഗീയ ധ്രുവീകരണമെന്ന് ഉന്നമിടുന്നത് പച്ചയായ വർഗീയതയാണെന്ന് മലപ്പുറത്തെ ജനപ്രതിനിധികൾ പറയുന്നു. മന്ത്രി സജി ചെറിയാൻ ഉയർത്തിയ വിവാദങ്ങൾ ജില്ലയിലെ CPM നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.